നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടികൾ നശിപ്പിച്ച നിലയിൽ എടോടി ഭാഗങ്ങളിലുള്ള 25ഓളം ചെടിച്ചട്ടികളാണ് നശിപ്പിച്ചത്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി നഗരസഭ സ്ഥാപിച്ച ചെടിച്ചട്ടികളാണ് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. വടകര പഴയ ബസ് സ്റ്റാൻഡ് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമായി നെറ്റ് സീറോ കേരളം പദ്ധതിയുടെ തുടക്കം എന്ന രീതിയിൽ നഗരസഭ പൂച്ചട്ടികൾ സ്ഥാപിച്ചത്. ഇതിൽ ബീവറേജ് കോർപ്പറേഷൻ പരിസരത്തെ 25ഓളം ചെടിച്ചട്ടികളാണ് നശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയോടെ ആയിരുന്നു സംഭവം. സംഭവ സ്ഥലത്ത് വടകര CI ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തി. സംഭവത്തിന് പിന്നിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണെന്ന് പോലീസ് അറിയിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ KP ബിന്ദു പറഞ്ഞു. വടകര പട്ടണത്തിൽ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായും നെറ്റ് സീറോ കേരളം ക്യാമ്പയിൻ ഏറ്റെടുത്ത നഗരസഭ എന്ന അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലേക്കും വടകര പട്ടണത്തിൽ പഴയ ബസ് സ്റ്റാൻഡ് മുതൽ പുതിയ ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള കൈവരികളിൽ നഗരസഭ സ്ഥാപിച്ച പൂച്ചട്ടികൾ അത് വടകര ബീവറേജ് കോർപ്പറേഷന്റെ അവിടുന്ന് തുടങ്ങി 25ഓളം പൂച്ചട്ടികൾ ഇന്ന് പുലർകാലത്ത് നശിപ്പിക്കപ്പെട്ടതായി കാണപ്പെട്ടിട്ടുണ്ട്. കൃത്യം 5:30 മണിക്ക് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വടകര CIക്ക് ആ റിപ്പോർട്ട് കൊടുക്കുകയും CI സംഭവ സ്ഥലത്ത് എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ആളെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ മാനസിക പ്രയാസമുള്ള ആള് എന്നുള്ള രീതിയിലേക്കാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും റിപ്പോർട്ട് തന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും നഗര സൗന്ദര്യവൽക്കരണം ആസ്വദിക്കുന്ന ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇന്ന് പുലർകാലത്ത് വടകരയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പായിട്ടും ഇത്തരത്തിലേക്കുള്ള പ്രവണതകൾ ഉണ്ടായി. അത്തരം ആളുകളെ കണ്ടെത്തിയിട്ടുമുണ്ട്. പൊതുമുതൽ നശിപ്പിച്ച ആളുകൾ എന്നുള്ള രീതിയിലേക്ക് ഫൈൻ ഉൾപ്പെടെ അടപ്പിച്ചുകൊണ്ട് പകര സംവിധാനം ഞങ്ങൾ വടകര നഗരസഭ എന്നുള്ള രീതിയിലേക്ക് ഒരുക്കി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്, പൊതുനന്മയ്ക്ക് വേണ്ടി നഗരസഭ ചെയ്തു വരുന്ന ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട്